അല്ല, ഇതാരാ? സുമാരനല്ലേ? കാണാനേ ഇല്ലല്ലോ. സ്ഥലത്തില്ലായിരുന്നോ സുമാര? ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു കൃഷ്ണകുമാരി സാറേ. ഒരാഴ്ചയായി വീട്ടിൽ പെട്ടുപോയി. അതെന്താ, മഴ വീണപ്പോ കൃഷിപ്പണിയായിരുന്നോ? കൃഷ്ണകുമാരി സാറ് കൃഷി ഓഫീസറല്ലേ, അതുകൊണ്ട് കൃഷിപ്പണി മാത്രമേ ഓർമ്മ വരൂ. കൃഷിയല്ലേ സുമാരന്റെ പണി. എന്താ വേറെയും പണി വല്ല ഒത്തു വന്നോ? പണി ആയെന്ന് പറഞ്ഞാ മതിയല്ലോ സാറേ. അയർലക്കം. സുമാരനോ? എനിക്കല്ല, എന്റെ ഇളയ മോന് ടൂറ് പോയി. തിരിച്ചു വന്നപ്പം വയറ്റീന്ന് പോക്ക്, കൂട്ടത്തിൽ ദഹനക്കേടും, പിന്നെ ക്ഷീണവും. എന്നിട്ട് സുമാരൻ എന്ത് ചെയ്തു? എനിക്ക് ലൊട്ടിലൊടുക്ക് മരുന്നും മന്ത്രവും അറിയാമെന്ന് സാറിന് അറിയാമല്ലോ. ഞാൻ പൊടിക്കൈ നോക്കി, കൂവപ്പൊടി കാച്ചി കുടിപ്പിച്ചു. 2 നേരം വീതം 2 ദിവസം. വയറിളക്കവും നിന്നു, ദഹനക്കേടും മാറി, ക്ഷീണവും പോയി. നന്നായി സുമാര. കൂവപ്പൊടിക്ക് വേറെയുമുണ്ട് ഗുണങ്ങൾ. മുതിർന്നവർക്കും കുഞ്ഞുങ്ങൾക്കും പോഷകാഹാരമായി കഴിക്കാൻ പറ്റിയതാണ് കൂവപ്പൊടി. കൂവപ്പൊടിയിൽ അതിവേഗം ദഹിക്കുന്ന അന്നജവും ആൽക്കലോയിഡുകളും അടങ്ങിയിട്ടുണ്ട്. ചുമ പോലെയുള്ള അസുഖങ്ങൾ മാറാനും കൂവപ്പൊടി കാച്ചി കുടിക്കുന്നത് നല്ലതാണ്. ചൂട് കാലാവസ്ഥയിൽ ശർക്കര ചേർത്ത് കൂവപ്പൊടി കാച്ചി കുടിക്കുന്നത് ആരോഗ്യം സംരക്ഷിക്കും. തിരുവാതിര നോമ്പ് നോക്കുന്ന സ്ത്രീകൾക്ക് കൂവ കുറുക്കിയത് ഒരു പ്രധാന ഭക്ഷണമാണ്. പക്ഷെ സാറേ, നല്ല കൂവപ്പൊടി എവിടെ കിട്ടും? വല്ലതും വിശ്വസിച്ച് വാങ്ങാൻ പറ്റുമോ? എല്ലാം മായമല്ലേ, ലോകമേ മായ. സുമാരൻ പിന്നെ എങ്ങനെ സംഘടിപ്പിച്ചു കൂവപ്പൊടി? ഞാൻ കൃഷി ചെയ്തുണ്ടാക്കി സാറേ. എനിക്ക് വീടിന് ചുറ്റും സ്ഥലം കുറവാണെങ്കിലും ഉള്ള സ്ഥലത്ത് ഞാൻ കൂവ നട്ടിട്ടുണ്ട്. തെങ്ങിന്റെയും പ്ലാവിന്റെയും മാവിന്റെയും ഇടയിൽ തണലത്ത് കൂവ തഴച്ചു വളരും. അതെ, 3-4 അടി ഉയരത്തിൽ കൂവ വളരും. കടും പച്ച ഇലകൾ കാണാൻ കണ്ണിന് കുളിർമയാണ്. പുരയുടെ നല്ല പച്ചയായി നിൽക്കും. എന്നാ പൂക്കൾ വെളുത്തതാണ്, കിഴങ്ങും വെള്ള തന്നെ. തെക്കൻ കേരളത്തിലാണ് വെള്ളക്കൂവ കൂടുതൽ കൃഷി ചെയ്യുന്നത്. വടക്കോട്ട് പോയാൽ അധികവും മഞ്ഞക്കൂവയാണ് ഉരുണ്ട കിഴങ്ങുള്ളത്. വെള്ളക്കൂവയും മഞ്ഞക്കൂവയും കൂടാതെ നീലക്കൂവയും കുഴിക്കൂവയുമുണ്ട്. വെള്ളക്കൂവയുടെ കിഴങ്ങ് നീളത്തിലുള്ളതാണ്. വെള്ളക്കൂവയുടെ ഇംഗ്ലീഷ് പേര് ആരോ റൂട്ട്. ആരോ എന്തരോ എന്നല്ല, ആരോ റൂട്ട്. പറയാൻ പ്രയാസമെങ്കിൽ അമ്പ് കിഴങ്ങെന്ന് മനസ്സിലാക്കിക്കോ. അമ്പ് കിഴങ്ങ്, ആ പേര് കൊള്ളാം. അമ്പ് വിട്ട പോലെ നീണ്ടു വളരുന്നതാണ് ഇതിന്റെ കിഴങ്ങ്. അതുകൊണ്ട് തന്നെ അമ്പ് കിഴങ്ങെന്ന് പേരടിച്ചത്. പണ്ടുകാലത്ത് അമ്പേറ്റ മുറിവുണങ്ങാനും മുറിവിലെ വിഷബാധ തടയാനും കൂവക്കിഴങ്ങിന്റെ നീര് പുരട്ടിയിരുന്നു. അതിനാൽ കൂടെ ആകണം ആരോ റൂട്ട് എന്ന പേര് ലഭിച്ചത്. മരാൻഡേസിയ കുടുംബത്തിൽ പെടുന്നതാണ് കൂവ. അപ്പോ കുടുംബവും കുട്ടിയും ഒക്കെ ഉള്ളതാണല്ലേ കൂവ? ശരിക്കും അവൻ എവിടത്തുകാരനാ? കൂവയുടെ ഉത്ഭവസ്ഥലം അമേരിക്കയാണ്. ഇതിന്റെ കൃഷി ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. വെസ്റ്റ് ഇൻഡീസിലെ സെന്റ് വിൻസെന്റ് ദ്വീപുകളിലാണ് വളരെ വിപുലമായി വ്യാവസായിക അടിസ്ഥാനത്തിൽ കൂവ കൃഷി ചെയ്തു വരുന്നത്. വ്യാവസായിക അടിസ്ഥാനത്തിലോ? ഏതെല്ലാം വ്യവസായങ്ങളിലാണ് കൂവ ഉപയോഗിക്കുന്നത്? ബേക്കറി വ്യവസായത്തിലും മരുന്ന് നിർമ്മാണത്തിലുമാണ് പ്രധാനമായി കൂവപ്പൊടി ഉപയോഗിക്കുന്നത്. ബിസ്ക്കറ്റ്, ഹൽവ, കേക്ക്, ഐസ്ക്രീം പോലെയുള്ള ബേക്കറി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുവാൻ കൂവപ്പൊടി ഉപയോഗിക്കുന്നു. പലതരം മരുന്ന് ഗുളികകൾ, പ്രത്യേകതരം പശ, മുഖത്തിടുന്ന പൗഡർ, കമ്പ്യൂട്ടർ പേപ്പർ എന്നിവ നിർമ്മിക്കുന്നതിനും കൂവപ്പൊടി ചേർക്കാറുണ്ട്. സാറേ, കൂവ നട്ടാൽ ഇനിയും ഉണ്ട് മെച്ചം. കിഴങ്ങ് കളച്ചെടുക്കുമ്പോ ചെടിയിൽ നിൽക്കുന്ന പച്ച ഇല ആട്ടിനും പശുവിനും തീറ്റിയായി കൊടുക്കാം. കൂവക്കിഴങ്ങ് ഉയരച്ചെടുത്ത് വെള്ളത്തിൽ കലക്കുമ്പോ കിട്ടുന്ന അവശിഷ്ടം കാലിത്തീറ്റയായും കോഴിത്തീറ്റയായും വളമായും ഉപയോഗിക്കാം. സൂബാന്റെ കൃഷിക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. കൂവക്കിഴങ്ങ് ഉരച്ചെടുത്ത് വെള്ളത്തിൽ കലക്കി താഴെ മാവടിയുമ്പോൾ മുകളിൽ കിട്ടുന്ന തെളിവെള്ളം നല്ലൊരു കീടനാശിനിയാണ്. അത് കൊള്ളാം സാറേ, ജൈവ കീടനാശിനി. എൻഡോസൾഫാൻ പോലെയുള്ള കുഴപ്പമൊന്നുമില്ല. കൂവ അമേരിക്കക്കാരനാണെന്ന് സാറ് പറഞ്ഞു. ലോകത്ത് കൂവ കൃഷിയുള്ള സ്ഥലങ്ങളും പറഞ്ഞു. എന്നാ ഇന്ത്യയിൽ എവിടെയൊക്കെയാണ് കൂവ കൃഷി ഉള്ളത്? ഇന്ത്യയിൽ കൂവകൃഷിയുള്ളത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ, പശ്ചിമ ബംഗാൾ, തെക്കേ ഇന്ത്യയിലെ നമ്മുടെ കൊച്ചു കേരളം എന്നിവിടങ്ങളിലാണ്. ഇവിടങ്ങളിലെല്ലാം മഴയെ ആശ്രയിച്ച് പരിമിതമായ രീതിയിൽ വീട്ടുവളപ്പുകളിലാണ് കൂവകൃഷി നടത്തുന്നത്. എന്റെ മണ്ണിൽ കൂവ നന്നായി പിടിക്കുന്നുണ്ട്. പക്ഷേ നല്ല താഴ്ത്തി കളയ്ക്കണം. നല്ല താഴ്ചയുള്ള, വളക്കൂറുള്ള, നീർവാർച്ചയുള്ള, മണൽ കലർന്ന പശിമരാശി മണ്ണിൽ കൂവ നന്നായി വളരും. മണ്ണിന്റെ അമ്ലാംശത്തെ സൂചിപ്പിക്കുന്ന pH 5 മുതൽ 8 വരെ ആകാം. നല്ല ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥയിലാണ് കൂവ നന്നായി വളരുന്നത്. അന്തരീക്ഷത്തിലെ ചൂട് 20 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ്,
വർഷം തോറും 1500 മില്ലിമീറ്റർ മുതൽ 2000 മില്ലിമീറ്റർ വരെ മഴ എന്നിവ കൂവ കൃഷിക്ക് അനുയോജ്യമാണ്. ഇതെല്ലാം കേരളത്തിലുണ്ടല്ലോ. ഉണ്ടല്ലോ. കേരളത്തിലെ ഉഷ്ണമേഖലാ കാലാവസ്ഥ കൂവ കൃഷിക്ക് നന്നായി യോജിച്ചതാണ്. തണൽ പ്രദേശങ്ങളിൽ തഴച്ചു വളരുന്ന കൂവ നമ്മുടെ വീട്ടുപറമ്പിലെ മാവിന്റെയും പ്ലാവിന്റെയും തെങ്ങിന്റെയും ചുവട്ടിൽ കൃഷി ചെയ്യാം. സുമാരൻ സ്വന്തമായി കൃഷി ചെയ്യുന്നതിനാൽ കൂലി കൊടുക്കണ്ടല്ലോ. എന്നാൽ കൂലിക്ക് ആളെ വെച്ച് കൃഷി ചെയ്യുന്നവർക്കും കൂവ കൃഷി ആദായം തരും. കിളയല് കൂലിയേക്കാൾ കൂടുതൽ പണം കിളച്ചെടുത്ത കൂവ വിറ്റാൽ കിട്ടും. സുമാരൻ നേരത്തെ പറഞ്ഞതുപോലെ വെളുത്ത പൂക്കൾ ഉണ്ടാകുമെങ്കിലും കൂവ വിത്ത് ഉൽപ്പാദിപ്പിക്കാറില്ല. അതിനാൽ കിഴങ്ങു കഷ്ണങ്ങളാണ് കൂവയുടെ നടീൽ വസ്തു. കിഴങ്ങുകളെ ഏകദേശം 4 മുതൽ 7 സെന്റിമീറ്റർ വരെ നീളത്തിൽ മുറിച്ചെടുക്കണം. ഓരോ കഷ്ണത്തിലും 2 മുതൽ 4 മുകുളങ്ങൾ വരെ ഉണ്ടായിരിക്കും. ഇത്തരം കഷ്ണങ്ങൾക്ക് ഏകദേശം 15 ഗ്രാം മുതൽ 20 ഗ്രാം വരെ തൂക്കം വരും. ഇതുപോലുള്ള കിഴങ്ങു കഷ്ണങ്ങൾ നടാൻ ഉപയോഗിക്കാം. 1 സെന്റ് നടുന്നതിനായി ഉദ്ദേശം 15 കിലോഗ്രാം വിത്ത് കിഴങ്ങ് വേണ്ടിവരും.